പിതാവിനെ കൊന്ന് റബ്ബർ തോട്ടത്തിൽ കുഴിച്ചുമൂടിയ സംഭവത്തിൽ മകനും സുഹൃത്തും അറസ്റ്റിലായ വാർത്തയാണ് ഇന്നത്തെ ആദ്യ ക്രൈം റിപ്പോർട്ട്. കറുകച്ചാൽ കുറ്റിക്കൽ കോളനിയിലെ ബാബുവാണ് കൊല്ലപ്പെട്ടത്. മകൻ പ്രസാദ്, സുഹൃത്ത് സതീഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോട്ടയം ബ്യൂറോയിൽ നിന്ന് പ്രശാന്ത് നൽകുന്ന റിപ്പോർട്ട് കാണാം. കറുകച്ചാൽ കുറ്റിക്കൽ കോളനിയിലെ ചാത്തൻ ബാബു എന്ന ബാബുവിനെ മകൻ പ്രസാദും കൂട്ടുകാരനായ സതീഷും ചേർന്ന് കഴിഞ്ഞ ഒക്ടോബർ 16 രാത്രിയാണ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. അതിനുശേഷം മൃതദേഹം സമീപത്തെ റബ്ബർ തോട്ടത്തിൽ കുഴിച്ചുമൂടി. പിറ്റേന്ന് ബാബുവിനെ കാണാനില്ലെന്ന പരാതിയുമായി ഭാര്യ ശാന്തമ്മ കറുകച്ചാൽ പോലീസ് സ്റ്റേഷനിലെത്തി. കേസെടുത്ത പോലീസ് ബാബുവിന്റെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയായിരുന്നു. പരസ്ത്രീ ബന്ധമുള്ളതിനാൽ ബാബു വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതാവാമെന്നാണ് മകൻ പ്രസാദ് പോലീസിനോട് പറഞ്ഞിരുന്നത്. വീട്ടുകാരും ഇതേ മൊഴി നൽകിയതോടെ സംശയം പറഞ്ഞ സ്ത്രീയെ പോലീസ് ചോദ്യം ചെയ്തു. ഇതോടെയാണ് വീട്ടുകാർ പറഞ്ഞ വിവരങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞത്. തുടർന്ന് നിരീക്ഷണത്തിലായ പ്രസാദിനെ പോലീസ് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. മദ്യപിച്ചാൽ അക്രമ സ്വഭാവമുള്ളയാളാണ് ബാബുവെന്നും വീട്ടിൽ അക്രമം പതിവായതോടെയാണ് കഴുത്തിൽ തോർത്തുമുണ്ട് മുറുക്കി കൊന്നതെന്നുമാണ് പ്രസാദ് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. പ്രസാദിന്റെ സഹായി സതീഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് കണ്ടെടുത്ത മൃതദേഹം RDOയുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി. കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഓൺലൈൻ പെൺവാണിഭ കേസിൽ പോലീസ് വലയിൽ നിന്നും രക്ഷപ്പെട്ട 2 പേർ പിടിയിലായി. മുബീന, വന്ദന എന്നിവരെ തമിഴ്നാട്ടിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജീവൻകുമാർ നൽകുന്ന റിപ്പോർട്ട്. നെടുമ്പാശ്ശേരിയിൽ വെച്ച് പോലീസ് സംഘത്തെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷമായിരുന്നു ഓൺലൈൻ പെൺവാണിഭ സംഘം രക്ഷപ്പെട്ടത്. മുബീന, വന്ദന എന്നിവരായിരുന്നു അന്ന് രക്ഷപ്പെട്ടത്. ഇവർക്കായി ക്രൈംബ്രാഞ്ച് സംഘം തിരച്ചിൽ നടത്തി വരികയായിരുന്നു. തമിഴ്നാട്ടിലെ പാലപ്പള്ളം എന്ന സ്ഥലത്ത് ഒരു ആയുർവേദ റിസോർട്ടിൽ നിന്നാണ് ഓപ്പറേഷൻ ബിഗ് ഡാഡി സംഘം ഇവരെ പിടികൂടിയത്. സഹായിയും ഒളിവിൽ പാർക്കാൻ ഇവരെ സഹായിച്ച സുൽഫീഖർ എന്ന യുവാവിനെയും പോലീസ് പിടികൂടി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് നേരെ തിരുവനന്തപുരത്തെത്തിയ ഇവർ നാഗർകോവിൽ, കന്യാകുമാരി, മാർത്താണ്ഡം എന്നീ സ്ഥലങ്ങളിലാണ് ഒളിവിൽ കഴിഞ്ഞത്. സഹായിയായ സുൽഫീഖറിനെ കഴിഞ്ഞ 18 മണിക്കൂറായി പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. പിടിയിലായ മൂവരെയും തലസ്ഥാനത്തെത്തിച്ചു. വന്ദനയ്ക്കും മുബീനയ്ക്കുമെതിരെ ഓൺലൈൻ കേസ് കൂടാതെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും വധശ്രമത്തിനും കേസെടുക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പോലീസ് നിയമന തട്ടിപ്പിൽ തനിക്കെതിരെയുള്ള ആരോപണവും അന്വേഷിക്കട്ടെ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കുറ്റമറ്റ രീതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അത് പൂർത്തിയായാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. പോലീസ് നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഏതന്വേഷണത്തിനും തയ്യാറാണ്. തന്റെ ഓഫീസിൽ പലരും തന്നെ കാണാൻ വരും. അവർ ആരൊക്കെയെന്ന് താൻ ഓർത്തിരിക്കാറില്ല. തട്ടിപ്പിന് വിധേയരാകുന്നവർ പലരുടെയും പേരുകൾ പറയും. മാധ്യമങ്ങൾ അതിന് കൂട്ടുനിൽക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി ക്ഷോഭത്തോട് പറഞ്ഞു. ഇതിനകത്ത് ആരൊക്കെ ഉണ്ടെന്നുള്ളത് പൊതുസമൂഹം മനസ്സിലാക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ മനസ്സിലാവും, ജനങ്ങൾക്ക് മനസ്സിലാവും. അത് നമുക്ക് നോക്കാം. ഉണ്ടെന്ന് അത് പുറത്ത് വരട്ടെ. ഏത് അന്വേഷണം നടന്നാൽ ഞാൻ അനുകൂലമാണ്. തന്റെ ഓഫീസിൽ ആർക്കും നൽകിയിട്ടില്ല. അതുപയോഗിച്ചാൽ ആരാണ് ജോലി നൽകുകയെന്നും ചെന്നിത്തല ചോദിച്ചു. പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന ചോദ്യത്തിന് അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുവെന്നും പൂർത്തിയായാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നുമായിരുന്നു മറുപടി. സ്വാമി ശാശ്വതീകാനന്ദന്റെ ദുരൂഹമരണത്തിൽ അന്വേഷണം തുടരുകയാണ്. FIR ഇട്ട് അന്വേഷണം നടത്തുന്ന കാര്യത്തിൽ ഹൈക്കോടതി ഉത്തരവിന് ശേഷം തീരുമാനം കൈക്കൊള്ളുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ഓൺലൈൻ പെൺവാണിഭ അന്വേഷണ ചുമതലയിൽ നിന്ന് IG ശ്രീജിത്തിനെ മാറ്റിയിട്ടില്ലെന്നും ചോദ്യത്തിന് മറുപടിയായി ചെന്നിത്തല പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പോലീസ് നിയമന തട്ടിപ്പിൽ പുതിയ വെളിപ്പെടുത്തൽ. ശരണ്യ ചെന്നിത്തലയെ നേരിട്ട് കണ്ടു എന്നതിന് സ്ഥിരീകരണമായി. ശരണ്യയെ ഹരിപ്പാട്ടെ ക്യാമ്പ് ഓഫീസിൽ കൊണ്ടുവിട്ട എന്ന് ഡ്രൈവർ കൊണ്ടുവിട്ടു എന്ന് ഡ്രൈവർ സുധീർ പീപ്പിളിനോട് വെളിപ്പെടുത്തി. പോലീസ് നിയമന തട്ടിപ്പിൽ പ്രതിയായ ശരണ്യ മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ടതിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഓഫീസ് നൽകിയ സഹായത്തെക്കുറിച്ചും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആരോപണം ആഭ്യന്തരമന്ത്രി നിഷേധിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് ശരണ്യയെ രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട്ടെ ക്യാമ്പ് ഓഫീസിൽ കൊണ്ടുവിട്ട ഡ്രൈവർ സുധീറിന്റെ സ്ഥിരീകരണം പീപ്പിൾ TV പുറത്തുവിടുന്നത്. രമേശ് ചെന്നിത്തലയുടെ ഓഫീസിലാണ് ഞാൻ, അവിടെ അച്ഛൻ, അവിടെ അമ്മ, നെയ്സലി, അവിടെ കൊച്ചും മറ്റേ നെയ്സലി. അതാ അവിടുന്ന് പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ വണ്ടി ഇറങ്ങത്തില്ല. നെയ്സല് പിന്നെ ഈ രമേശ് ചെന്നിത്തലയുടെ ഓഫീസാണോ അതോ വീടാണോ? ഹരിപ്പാട് അമ്പലത്തിന് വടക്കാപ്പുറത്താണ്. അവിടെ അവൻ്റെ ചെന്നിത്തലയുടെ ഓഫീസ് അവിടെ പോയിട്ട് ഇവരെന്ത് അവരകത്തോട്ട് കയറുക? അവരകത്തോട്ട് കയറും. ഞാൻ കാരണത്തിലേക്ക് വരും. നെയ്സലും ആ പെണ്ണും കൂടെ അകത്തോട്ട് കയറും. അപ്പോൾ ഇവർ അച്ഛനും അമ്മയും വണ്ടിക്കകത്തുണ്ട്. കൊച്ചു വെച്ചിട്ടുണ്ടല്ലോ, കൊച്ചു. ചെന്നിത്തല ഉണ്ടായിരുന്നു അന്നേരം അവിടെ? ചെന്നിത്തല കാണാൻ വേണ്ടിയല്ലേ. പിന്നെ ഓഫീസിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ചെന്നിത്തല ഏതാണ്ട് കൊടുത്തു. ഒരു പേപ്പർ എന്തോ കൊടുത്തിട്ട് പറഞ്ഞ് പിന്നെ എന്തോ ഇവിടെ ചെല്ലാൻ പറഞ്ഞു. എന്തോ പത്തനംതിട്ട വനവാസില്ലാങ്ങാടി എല്ലാം പറഞ്ഞു. അങ്ങനെ 2 വട്ടം ഞാൻ അതും പോയി. ശരണ്യയുടെ മൊഴിയെ സാധൂകരിക്കുന്ന നിർണായക വെളിപ്പെടുത്തലാണ് ഡ്രൈവർ സുധീറിന്റേത്. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഈ വെളിപ്പെടുത്തലിലേക്കൊന്നും നീങ്ങുന്നില്ല എന്നതാണ് വാസ്തവം. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.
പോലീസ് നിയമന തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മിമിക്രി കലാകാരൻ ഉന്നത ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചിട്ടുണ്ടെന്ന് പോലീസ്. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പിരിച്ചെടുത്ത പണം ഇയാളുടെ കൈവശം എത്തിയോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പോലീസ് നിയമന കേസിന്റെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായത് മിമിക്രി കലാകാരനായ കലാഭവൻ സുധി എന്നറിയപ്പെടുന്ന സുധികുമാറാണ്. ഏതാനും വർഷങ്ങളായി കലാഭവനിലെ അറിയപ്പെടുന്ന കലാകാരനാണ് സുധി. മലയാളത്തിലെ പ്രമുഖ ചാനലുകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഇദ്ദേഹം. സിനിമാ സംഘടനകളുടെയും വിദേശ ഷോകളിലെയും സ്ഥിരം സാന്നിധ്യം കൂടിയായിരുന്നു ഈ കൊല്ലം സ്വദേശി. ശരണ്യയുടെ തട്ടിപ്പുകൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ കൂട്ടുനിന്നു എന്നാണ് ഇയാൾക്കെതിരെയുള്ള പരാതി. 35-കാരനായ സുധി വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. കേസിലെ മുഖ്യപ്രതിയായ ശരണ്യയ്ക്ക് സിനിമാ സീരിയൽ മോഹമുണ്ടായിരുന്നു. ഈ മോഹം സഫലീകരിക്കുന്നതിനാണ് ശരണ്യ സുധിയെ പരിചയപ്പെട്ടത്. നിയമന തട്ടിപ്പ് പുറത്തായതോടെ പോലീസിനെ വെട്ടിച്ചു കടന്ന ശരണ്യയ്ക്ക് ബംഗളൂരുവിലടക്കം വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിക്കുന്നതിന് സൗകര്യമൊരുക്കി കൊടുത്തത് സുധിയാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ഗുരുവായൂരിലടക്കമുള്ള ലോഡ്ജുകളിൽ ഇയാളുമായി ശരണ്യ ഒരുമിച്ച് താമസിച്ചിരുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. പിടിയിലായ തൃക്കുന്നപ്പുഴ പോലീസ് സ്റ്റേഷനിലെ പ്രദീപ് മുഖേനയായിരുന്നു സുധിയെ ശരണ്യയ്ക്ക് പരിചയപ്പെടുത്തിയത്. തട്ടിപ്പിനിരയാക്കുന്നതിന് ഉന്നത ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തി ശബ്ദം മാറ്റി ഉദ്യോഗാർത്ഥികളെ വിളിച്ചിരുന്നത് സുധിയായിരുന്നു. ശരണ്യയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത്. എന്നാൽ നിയമന തട്ടിപ്പ് വഴി ഉദ്യോഗാർത്ഥികളിൽ നിന്നും ലഭിച്ച പണം സുധിക്ക് ലഭ്യമായിരുന്നു എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയുണ്ടായിട്ടില്ല. മിമിക്രി വേദികളിൽ നടൻ ദിലീപിനെ അനുകരിച്ച് ആസ്വാദകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ കലാകാരനാണ് ജോലി തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. കോഴിക്കോട് പാളയത്ത് ഭൂഗർഭ അഴുക്കുചാലിൽ അറ്റകുറ്റപ്പണിക്കിറങ്ങിയ 3 പേർ ശ്വാസം മുട്ടി മരിച്ചു. പണിക്കിറങ്ങിയ 2 ആന്ധ്രാപ്രദേശ് സ്വദേശികളും ഇവരെ രക്ഷിക്കാനിറങ്ങിയ കുരുവിശ്ശേരി സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ നൌഷാദുമാണ് അപകടത്തിൽപ്പെട്ടത്. ആ ദുരന്ത കാഴ്ചയിലേക്ക്. രാവിലെ 10:30യോടെയാണ് ഭൂഗർഭ അഴുക്കുചാൽ വൃത്തിയാക്കാനിറങ്ങിയ ആന്ധ്രാപ്രദേശ് സ്വദേശികളായ ഭാസ്കർ, നരസിംഹ എന്നിവർ അപകടത്തിൽപ്പെട്ടത്. സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ മാൻഹോൾ തുറക്കവെ പുറത്തുവന്ന വിഷവാതകം ശ്വസിച്ച് 2 പേരും ബോധക്ഷയം സംഭവിച്ച് 12 അടി താഴ്ചയുള്ള മാൻഹോളിൽ വീഴുകയായിരുന്നു. തൊഴിലാളികൾ മാൻഹോളിൽ വീഴുന്നത് കണ്ട് രക്ഷിക്കാനെത്തിയ ഓട്ടോ തൊഴിലാളി കരുവിശ്ശേരി സ്വദേശി നൌഷാദും അപകടത്തിൽപ്പെട്ടു. ബീച്ച് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി 3 രക്ഷിച്ചെങ്കിലും ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ മരണപ്പെടുകയായിരുന്നു. കൂടിയ അളവിൽ വിഷവാതകം ശരീരത്തിനുള്ളിലെത്തിയതാണ് 3 മരണകാരണമെന്നാണ് ആശുപത്രി റിപ്പോർട്ട്. തൊഴിലാളികൾക്ക് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ ജോലിയെടുപ്പിച്ചതാണ് അപകടത്തിനിടയാക്കിയതെന്ന് ബീച്ച് ഫയർഫോഴ്സ് ഡിവിഷൻ ഓഫീസർ അരുൺ ശങ്കർ പറഞ്ഞു. ഓക്സിജൻ കിട്ടാതെ താഴെ പോയെന്നാണ് പറയുന്നത്. അപ്പോൾ തുറന്നപ്പോഴത്തേക്ക് അത് ഇതിൽ വളരെ ക്ലോസർ എൻകോഷറാണ്. അപ്പോൾ എയർ കാണത്തില്ല. അപ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ ഒന്നുകിൽ സേഫ്റ്റി ബെൽറ്റ് ഇട്ടിട്ടൊക്കെ അവിടെ ചെക്ക് ചെയ്യുമ്പോൾ മേളിൽ നിന്ന് സേഫ്റ്റി ബെൽറ്റ് ഇട്ടിട്ട് റോപ്പ് കൊടുത്തിട്ടൊക്കെ ആളിനെ ഇറക്കി നോക്കാവും. പക്ഷെ അവർ അല്ലാതെ ലിഡ് തുറന്ന് നോക്കിയപ്പോൾ ഫസ്റ്റ് ആൾ വീണു. 2ാമത്തെ ആൾ പിന്നെ ആളെ രക്ഷപ്പെടുത്താൻ നോക്കി അയാൾ വീണു. പിന്നെ ഒരു ഓട്ടോക്കാരൻ 3ാമത് കണ്ടുവന്നൊരു ഓട്ടോക്കാരൻ വന്നു ചാടി രക്ഷപ്പെടുത്താൻ നോക്കി അയാളും വീണു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കായി ജില്ലാ കളക്ടർ 1 ലക്ഷം രൂപ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മരണത്തിന് മുന്നിൽ പിടയുന്ന മനുഷ്യനെ നോക്കി കണ്ണടയ്ക്കാൻ നൌഷാദ് എന്ന ഓട്ടോ ഡ്രൈവർക്കായില്ല. ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിന് ശ്രമിക്കവേ നൌഷാദും അപകടത്തിൽപ്പെടുകയായിരുന്നു. കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിനടുത്തുള്ള സമന്തിന്റെ കടയിൽ നിന്ന് 10 മണിക്ക് പതിവായി കുടിക്കുന്ന ചായ കുടിക്കാതെയാണ് പി നൌഷാദ് എന്ന സാധാരണക്കാരനായ ഓട്ടോ ഡ്രൈവർ മരണത്തിന്റെ ഭൂഗർഭത്തിലേക്ക് ഇറങ്ങിപ്പോയത്. തനിക്ക് ഒരു പരിചയവുമില്ലാത്ത 2 പേർക്ക് വേണ്ടി സ്വന്തം ജീവിതം നൽകി അദ്ദേഹം മനുഷ്യസ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറി. KL 11 S66 93 നമ്പറിലുള്ള ഓട്ടോറിക്ഷയുമായി എന്നും സമന്തിന്റെ കടയിലെത്തുന്നതാണ് കരുവാശ്ശേരി സ്വദേശിയായ നൌഷാദ്. വ്യാഴാഴ്ചയും രാവിലെ 10 മണിയോടെ എത്തി. ചായയ്ക്ക് ഓർഡർ ചെയ്തു. ചായ എടുക്കുന്നതിനിടയിലാണ് ജയ ഓഡിറ്റോറിയത്തിന് മുന്നിൽ നിന്ന് നിലവിളിയും ബഹളവും കേട്ടത്. നൌഷാദ് ഉടൻ തന്നെ കടയിൽ നിന്നിറങ്ങി ഓടി. അദ്ദേഹം മാൻഹോളിനടുത്തേക്ക് എത്തുമ്പോഴേക്കും ആന്ധ്രാ സ്വദേശികളായ ഭാസ്കറും നരസിംഹവും ഓടയിൽ അപ്രത്യക്ഷരായിരുന്നു. അവർക്ക് പിറകെ നൌഷാദും ഇറങ്ങി. 6 അടി വെള്ളമുള്ള ഓടയിലേക്ക് അദ്ദേഹം അധികം ഇറങ്ങിയപ്പോൾ അടുത്തുള്ള കടക്കാരും ചുറ്റും കൂടിയവരും അരുത് എന്ന് വിലക്കിയിരുന്നു. എന്നിട്ടും നൌഷാദ് തന്റെ ഏകാംഗ യത്നം തുടർന്നു. ഇതിനിടെ താഴെ മുങ്ങിക്കൊണ്ടിരുന്ന ആരോ നൌഷാദിന്റെ കാലിൽ പിടിച്ചു. അതോടെ മുകളിലുള്ള പിടിവിട്ട് അദ്ദേഹം താഴെ മലിനജലത്തിന്റെ ഇരുട്ടിലേക്ക് മറിഞ്ഞു വീണു. ഭാസ്കറിന്റെയും നരസിംഹത്തിന്റെയും ശരീരങ്ങളാണ് ആദ്യം കിട്ടിയത്. അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞാണ് നൌഷാദിന്റെ ശരീരം ലഭ്യമായത്. ഓടയിൽ ഏറ്റവും അധികം നേരം ശ്വാസം മുട്ടിക്കിടന്നത് രക്ഷകനായി ഇറങ്ങിയ സാധാരണക്കാരനായ ഈ മനുഷ്യനായിരുന്നു. ചലനമറ്റ നിലയിലായിരുന്നു അപ്പോൾ നൌഷാദ്. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും നൌഷാദും മരിച്ച വിവരമെത്തി. അപ്പോഴും അദ്ദേഹത്തിന്റെ KL 11 S66 93 എന്ന നമ്പറിലുള്ള ഓട്ടോറിക്ഷ
സമദിന്റെ ചായക്കടയ്ക്ക് മുന്നിൽ അനാഥമായി കിടന്നു. നൌഷാദിനു വേണ്ടി പകർന്ന ചായ തണുത്തു കഴിഞ്ഞിരുന്നു. നൌഷാദ് എന്ന ഓട്ടോ ഡ്രൈവറുടെ അപൂർവമായ മനുഷ്യസ്നേഹത്തെ നമിച്ചാണ് സംഭവസ്ഥലത്ത് കൂടിയ ജനം ഒടുവിൽ പിരിഞ്ഞുപോയത്. ന്യൂസ് ഡെസ്ക്. കോഴിക്കോട് ഭൂഗർഭ അഴുക്കുചാൽ വൃത്തിയാക്കുന്നതിനിടെയുണ്ടായ അപകടം സുരക്ഷാ വീഴ്ച മൂലം. മതിയായ സുരക്ഷാ സംവിധാനമില്ലാതെയാണ് തൊഴിലാളികൾ ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കോൺട്രാക്ടർക്കെതിരെ കേസെടുക്കാൻ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന സുസ്ഥിര നഗര വികസന പദ്ധതിയുടെ ഭാഗമായുള്ള ഭൂഗർഭ അഴുക്കുചാൽ വൃത്തിയാക്കുന്നതിനിടെയുണ്ടായ അപകടം വലിയ സുരക്ഷാ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആഴമുള്ള അഴുക്കുചാൽ വൃത്തിയാക്കുമ്പോൾ ആവശ്യമായ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന നിർദ്ദേശമുണ്ട്. മാൻഹോളിനകത്തെ ഓക്സിജന്റെ ലഭ്യത പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കിയ ശേഷം കയറുപയോഗിച്ച് ശുചീകരണ തൊഴിലാളികളെ അഴുക്കുചാലിനകത്തേക്ക് ഇറക്കുകയാണ് പതിവ്. എന്നാൽ 12 അടി താഴ്ചയുള്ള അഴുക്കുചാൽ വൃത്തിയാക്കുമ്പോൾ ഇത്തരത്തിലുള്ള പരിശോധനയോ സുരക്ഷാ സംവിധാനങ്ങളോ ഒരുക്കിയിരുന്നില്ല. ഉന്നത ഉദ്യോഗസ്ഥരോ ശുചീകരണ പ്രവൃത്തികൾക്ക് മേൽനോട്ടം വഹിക്കേണ്ട വിദഗ്ധരോ സംഭവ സ്ഥലത്തുണ്ടായിരുന്നില്ല. മാൻഹോൾ തുറന്നിറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ പുറത്തു വന്ന വിഷവാതകം ശ്വസിച്ച് അഴുക്കുചാലിനകത്തേക്ക് വീണാണ് 3 ജീവൻ പൊലിഞ്ഞത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സുരക്ഷാ കാര്യത്തിൽ കാണിച്ച അനാസ്ഥയാണ് ദുരന്തത്തിന് കാരണമെന്ന് മേയർ VKC മുഹമ്മദ് കോയ പറഞ്ഞു. ശ്രീരാം കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അഴുക്കുചാൽ ശുചീകരണത്തിന്റെ കരാറെടുത്തിരിക്കുന്നത്. പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത് വാട്ടർ അതോറിറ്റിയാണ്. വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ച ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ N പ്രശാന്ത് പറഞ്ഞു. ആ ഒരു മതിയായ സുരക്ഷ എടുത്തിട്ടുണ്ടോ, മതിയായ ഒരു പ്രിക്കോഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളതിൽ പ്രഥമ ദൃഷ്ട്യാ നമുക്കൊരു അതൃപ്തി തോന്നുന്നു എന്നുള്ളത് സത്യമാണ്. അതിൽ നമ്മൾ വാട്ടർ അതോറിറ്റിയാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി എന്നുള്ളതുകൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ അടുത്ത് ഒരു റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം തുടർ നടപടി ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാനായിക്കുളം സിമി ക്യാമ്പ് കേസിൽ കുറ്റക്കാർക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. റിപ്പോർട്ടിലേക്ക്. കുറ്റക്കാർക്കുള്ള ശിക്ഷ വിധിക്കുന്നതിന് മുന്നോടിയായി പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വിശദമായ വാദം കോടതി കേട്ടു. പ്രതികൾ ചെയ്തത് നിസ്സാര കുറ്റമല്ലെന്നും രാജ്യദ്രോഹ കുറ്റമായതിനാൽ പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. NIA പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് PG മനു. തീവ്രവാദത്തിനുള്ള ഈ കേരളത്തിന്റെ മണ്ണിലുള്ള താക്കീതായിട്ട് കൂടി ഈ വിധി മാറിത്തീരണം എന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. കേവലം ഒരു യോഗം ചേർന്നു എന്നതല്ലാതെ അത് ഒരു കലാപത്തിലേക്ക് നയിച്ചിട്ടില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. പ്രതികളുടെ കുടുംബ പശ്ചാത്തലവും പ്രശ്നങ്ങളും കണക്കിലെടുത്ത് ശിക്ഷ പരമാവധി കുറയ്ക്കണമെന്നും പ്രതിഭാഗം വാദിച്ചു. ഇരുവിഭാഗത്തിന്റെയും വാദം കേട്ട കോടതി കുറ്റക്കാരായ കണ്ട ഷാദുലി, അബ്ദുൾ റാസിഖ്, അൻസാർ നദ്വി, നിസാമുദ്ദീൻ, ഷമ്മാസ് എന്നിവർക്ക് പറയാനുള്ളതും കേട്ട ശേഷം ശിക്ഷ പ്രഖ്യാപിക്കുന്നത് ഈ മാസം 30 മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണത്തിന്റെ ഓർമ്മകളുമായി മുംബൈ നഗരം. രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണത്തിന് 7 ആണ്ടുകൾ തികയുമ്പോഴും മുഴുവൻ കുറ്റവാളികളെയും ഇനിയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിയാതെ രാജ്യത്തിന്റെ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾ പ്രസ്താവനകളായി തുടരുന്നു. ഇന്ത്യയെ നടുക്കിയ മുംബൈ ഭീകരാക്രമണത്തിന് ഇന്ന് 7 വയസ്സ്. 2008 നവംബർ 26-നാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ മായാത്ത മുറിവുമായി മുംബൈ നഗരത്തെ മുൾമുനയിൽ നിർത്തിയ ആക്രമണം നടന്നത്. പാകിസ്ഥാനിൽ നിന്ന് വന്ന 10 പാക് ഭീകരർ മുംബൈ കുളാബയിലെ ഈ തീരം വഴിയാണ് നുഴഞ്ഞു കയറിയത്. പിന്നീട് അവർ സംഘങ്ങളായി CST റെയിൽവേ സ്റ്റേഷൻ, കാമ ഹോസ്പിറ്റൽ, താജ് ഹോട്ടൽ, ട്രൈഡൻ ഹോട്ടൽ, നരിമാൻ ഹൗസ്, ലിയോപോൾ കഫേ എന്നിവിടങ്ങളിലാണ് ആക്രമണം അഴിച്ചുവിട്ടത്. 3 ദിവസം നീണ്ടുനിന്ന ആക്രമണത്തിൽ പൊലിഞ്ഞത് 166 ജീവനുകളാണ്. സുരക്ഷാസേന ജീവനോടെ പിടികൂടിയ അമീർ അജ്മൽ കസബാണ് ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകര സംഘടനയാണെന്ന് വ്യക്തമാക്കിയത്. ഭീകരരെ തുരത്തുന്നതിനിടെ ജീവൻ വെടിഞ്ഞ മലയാളി മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനും മറ്റു പോലീസുകാരുടെയും ഓർമ്മകളിലും തീവ്രവാദത്തിനെതിരെ രാജ്യത്തിന് ഒരു ചെറു വിരൽ പോലും അനക്കാൻ സാധിച്ചിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും, ഭീകരത നടന്നിട്ടും 7 വർഷം കഴിഞ്ഞതിന് ശേഷവും ബോംബെയെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ഒരു സുരക്ഷിതത്വവും നടന്നിട്ടില്ല. മുംബൈ ഭീകരാക്രമണത്തിൻ്റെ 7ാം വാർഷികത്തിലും നഗരത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ പ്രഹസനമായി മാറുന്ന കാഴ്ച രാജ്യത്തിൻ്റെ ഭീകര വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ശോഭ കുറയ്ക്കുന്നു. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. പീപ്പിൾ എക്സ്ക്ലൂസീവ് കരാറുകാരനുമൊത്ത് സർക്കാരിന്റെ അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തിയ ജലസേചന വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പിടിവീഴുന്നു. സെക്സ് ടൂറിസത്തിന് പേരുകെട്ട മക്കാവ് ദ്വീപ് ഉൾപ്പെടെ 10-ലധികം വിദേശ രാജ്യങ്ങളാണ് കഴിഞ്ഞ 7 വർഷത്തിനിടെ നെയ്യാർ ഇറിഗേഷൻ പ്രൊജക്റ്റിൽ ആയ PS വിനോദ് നടത്തിയത്. അതേസമയം PS വിനോദിനെതിരെ വകുപ്പ് തല വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം നെയ്യാർ ഡാമിലെ വാട്ടർ ഇറിഗേഷൻ പ്രോജക്റ്റിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോലി നോക്കുന്ന വിനോദിന്റെ സാമ്പത്തിക വളർച്ച വളരെ പെട്ടെന്നായിരുന്നു.
PS വിനോദ കഴിഞ്ഞ 7 വർഷത്തിനിടെ സർക്കാരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങാതെ 10-ലധികം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു. സെക്സ് ടൂറിസത്തിന് പേരുകേട്ട മക്കാവോ ദ്വീപിലും വിനോദ് ഉല്ലാസയാത്ര നടത്തി. ഇക്കാര്യങ്ങൾ വിശദമാക്കുന്ന പരാതിയാണ് PS വിനോദിനെതിരെ ചീഫ് എഞ്ചിനീയർ ഹരിനാരായണന് ലഭിച്ചിരിക്കുന്നത്. കരാറുകാരനുമൊത്തായിരുന്നു വിദേശ രാജ്യങ്ങളിലെ യാത്ര എന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു. പരാതി കണക്കിലെടുത്ത PS വിനോദിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടതായി ചീഫ് എഞ്ചിനീയർ ഹരിനാരായണൻ പറഞ്ഞു. ഈ വിനോദ് സാറിന് എതിരായിട്ട് എന്തെങ്കിലും പരാതി സാറിന് കിട്ടിയിട്ടുണ്ടോ? പുള്ളിക്കെതിരായിട്ടൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടർൻസിന്റെ അടുത്ത് എൻക്വയറി ഓഫീസറാക്കി വെച്ചിട്ടുണ്ട്. ഒരു വിജിലൻസ് എൻക്വയറി ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താ സാർ പരാതി എന്താ സാർ? പുള്ളി പെർമിഷൻ ഇല്ലാണ്ട് ഇന്ത്യക്ക് വെളിയിൽ പോയി എന്നൊക്കെയാണ് മെയിനായിട്ട്. പെർമിഷൻ ഇല്ലാണ്ട് പോയി എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള ഒരു മേജർ അലിഗേഷൻ. പിന്നെ നാട്ടുകാരോട് മോശമായി പെരുമാറുന്നു അതൊക്കെ പറഞ്ഞ് വേറെ ഉണ്ട്. ഈ സാമ്പത്തിക സ്രോതസ് വല്ലോ അങ്ങനെ എന്തെങ്കിലും? സാമ്പത്തിക സ്രോതസ് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. പുള്ളി പെർമിഷൻ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നെ പുള്ളിയുടെ ലാൻഡഡ് പ്രോപ്പർട്ടി വെച്ചിട്ട് നോക്കണം. പുള്ളി സ്റ്റേറ്റ്മെന്റ് തരുമല്ലോ. അതേസമയം അന്വേഷണം അട്ടിമറിക്കാൻ ജലസേചന വകുപ്പിലെ തന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നീക്കം നടക്കുന്നതായും ആക്ഷേപമുണ്ട്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊല്ലം ശാസ്താംകോട്ട DB കോളേജിൽ വിദ്യാർത്ഥിനിയെ ബൈക്കിടിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിലായി. ബൈക്ക് ഓടിച്ചിരുന്ന ഹരികുമാറിനെ കൊച്ചിയിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത്. റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൊല്ലം ശാസ്താംകോട്ട DB കോളേജിൽ വിദ്യാർത്ഥിനിയെ ബൈക്കിടിച്ച സംഭവത്തിൽ പ്രതി ഹരികുമാറിനെ കൊച്ചിയിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അപകട സമയത്ത് ബൈക്ക് ഓടിച്ചിരുന്നയാളാണ് പിടിയിലായത്. സുഹൃത്തിനെ കോളേജിൽ കൊണ്ടുവിടാൻ എത്തിയതാണെന്നും അപകടത്തിൽപ്പെട്ട സൈനയെ മുൻപരിചയമില്ലെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകി. കോളേജിലെ 2ാം വർഷ ഹിന്ദി ബിരുദ വിദ്യാർത്ഥിനി സൈനയ്ക്കാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് കോളേജ് വിട്ട് മറ്റു കുട്ടികൾക്കൊപ്പം പുറത്തേക്ക് വരുമ്പോഴായിരുന്നു അപകടം. ക്യാമ്പസിന് പുറത്തുള്ളവരും വാഹനവുമായി ക്യാമ്പസിനുള്ളിൽ കയറാറുണ്ടെന്നും ഇതാണ് അപകടത്തിന് കാരണമെന്നും വിദ്യാർത്ഥികൾ ആക്ഷേപമുയർത്തുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഒരു വശത്തേക്ക് തലയിടിച്ചു വീണ വിദ്യാർത്ഥിനിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.